വാർത്തകളിലേക്ക്. ഇടതുപക്ഷത്തിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ വി.എസ്. അച്യുതാനന്ദൻ ജനങ്ങൾക്കൊപ്പം തുടരുമെന്നും 5 വർഷം ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിച്ചുവെന്നും വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി കേരളത്തിന്റെ കാവലാളായി തുടരും. താൻ തിരുവനന്തപുരത്ത് തന്നെ തുടരുമെന്നും വി.എസ്. അച്യുതാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ കേൾക്കുന്നില്ല. എൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനാർഹമായ ജയം സമ്മാനിച്ച കേരളത്തിലെ വോട്ടർമാരെ ഞാൻ അഭിനന്ദിക്കുകയും അവരോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശക്തമായ പിന്തുണയും സഹായവും നൽകിയ മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിച്ച ആവേശകരമായ സ്വീകരണങ്ങളും അവർ പങ്കുവച്ച പ്രശ്നങ്ങളും പ്രതീക്ഷകളും ഞാൻ അങ്ങേയറ്റം വിലമതിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷക്കാലം കേരളം ഭരിച്ച സർക്കാർ നമ്മെ എവിടെയാണ് എത്തിച്ചതെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകാനിടയില്ല. സ്ത്രീ പീഡനത്തിൻ്റെയും സർക്കാർ ഭൂമി പതിച്ചു നൽകലിൻ്റെയും ബാർക്കോഴയുടെയും സോളാർ കുംഭകോണത്തിൻ്റെയും കഥകൾ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. എന്നാൽ അതിലൊന്നും തെളിവില്ലെന്നും തനിക്കെതിരെ കേസില്ലെന്നും തെളിവ് ശേഖരിക്കാനും കേസെടുക്കാനും ബാധ്യതപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തീർപ്പ് കൽപ്പിക്കുന്നതായാണ് നാം കണ്ടത്. അതേപോലെ കേരളത്തിലെ യുവാക്കളെ പറഞ്ഞ് പറ്റിക്കുകയും കടലാസ് വികസനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കൈകഴുകുകയുമായിരുന്നു. ഈ സർക്കാർ പരമ്പരാഗത തൊഴിൽ മേഖല പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. വയലുകളും കായലുകളും കാടുമെല്ലാം കയ്യേറ്റം ചെയ്യപ്പെട്ട കാലമായിരുന്നു കഴിഞ്ഞ 5 വർഷം. നിലവിലുള്ള നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ക്യാബിനറ്റ് തീരുമാനങ്ങൾ തുടരെ വന്നുകൊണ്ടിരുന്നു. പൊതുമേഖലാ വ്യവസായങ്ങൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. IT മേഖലയിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. വിമാനത്താവള നിർമ്മാണത്തിൻ്റെ പേരിൽ അഴിമതി നടന്നതല്ലാതെ വിമാനമിറങ്ങാൻ LDF അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾക്ക് തോന്നിക്കാണും. LDF അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഇനി വരുന്ന സർക്കാർ ഒന്നൊന്നായി നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നറിയാം. ഈ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ വൻകിട കുംഭകോണങ്ങൾ പുറത്തു കൊണ്ടുവരികയും കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയും ചെയ്യേണ്ടത് LDF സർക്കാരിൻ്റെ കർത്തവ്യമാണ്. സോളാർ കുംഭകോണമായാലും ജിഷ വധക്കേസായാലും പാറ്റൂർ ഉൾപ്പെടെയുള്ള ഇടപാടുകളായാലും നിലം നികത്തലായാലും കയ്യേറ്റങ്ങളായാലും ബാർക്കോഴയായാലും ഈ സർക്കാർ ജനങ്ങളോട് ചെയ്ത വൻ അപരാധങ്ങളാണ്. ഈ വിഷയങ്ങളിലെല്ലാം സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണങ്ങൾ നടത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ജിഷയുടെ ഘാതകരെ തുറങ്കിലടയ്ക്കുന്ന നാളുകൾ വിദൂരമല്ല. വിവരാവകാശ നിയമത്തിൽ പോലും വെള്ളം ചേർക്കാൻ ശ്രമിച്ച UDF രീതിയാവില്ല LDF അവലംബിക്കുകയെന്ന വിശ്വാസവും കേരള ജനത വച്ചു പുലർത്തുന്നുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നു. കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും സ്മാർട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അവർ പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് LDFിലാണ്. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ഭരണം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവസരം നൽകിയ എല്ലാ കേരളീയരോടും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ജനകീയ വിഷയങ്ങളിലും
ഇടതുപക്ഷ നിലപാടും ഉയർത്തിപ്പിടിച്ച് ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ കാവലാളായി നിലകൊള്ളുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അതേസമയം കന്റോൺമെന്റ് ഹൗസിലെത്തി നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെ കണ്ടു. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി അനുഭവ പരിചയമുള്ള നേതാവാണ്. താൻ ഒരു തുടക്കക്കാരൻ മാത്രമാണെന്ന് പിണറായി വിജയൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. LDF നാളെ വൈകുന്നേരം LDF ഉണ്ട്. സ്ഥാനാർത്ഥി പട്ടിക പോലെ യുവാക്കൾക്ക് പ്രാതിനിധ്യമുള്ളതായിരിക്കും മന്ത്രിസഭയിൽ. അതൊക്കെ അതത് പാർട്ടികൾ തീരുമാനിക്കേണ്ടതല്ലേ. അത് CPM-ന്റെ തീരുമാനം. CPM ആലോചിച്ച് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് എത്രയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ഞങ്ങൾ ആലോചിക്കും. CPM-ന് എത്രയാണെന്ന് നിർദ്ദേശിച്ചാലല്ലേ, LDF നിർദ്ദേശിച്ചാലല്ലേ ഞങ്ങൾ ആലോചിക്കാൻ പുറപ്പെടുക. അപ്പോൾ ഇപ്പോൾ ഒന്നും ആലോചിച്ചിട്ടില്ല. ഈ ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമാണ് പാർലമെന്റ് രംഗത്തേക്ക് വരുന്നത്. പുതുക്കാരാണെന്ന് പറഞ്ഞാലും മന്ത്രിയായിട്ട് അനുഭവമുണ്ട്. അതിനെ എങ്ങനെ കാണുന്നു? എന്നാലും കുറേ കാലത്ത് അനുഭവമില്ലാതിരുന്നാൽ അതിൻ്റെ ഒരു പുതുക്കം തന്നെയല്ലേ. ആ പുതുക്കാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, വളരെ മനോഹരമായ തുടക്കം. അനുഭവ സമ്പത്തുള്ള അവരുടെ പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാവിനെ കാണുന്നു, പുറത്ത് CPI-യെ പോയി കാണുന്നു, അതിനും പുറത്ത് ഉമ്മൻചാണ്ടിയെ, മുൻ മുഖ്യമന്ത്രിയെ പോയി കാണുന്നു. വലിയ ഒരു തുടക്കത്തിൻ്റെ ആദ്യപടികൾ അങ്ങനെയാണോ? ഇന്ന് നടന്ന സംഭവ വികാസങ്ങളെ ഒന്ന്. തീർച്ചയായും അജിംഷാദ്, നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തൻ്റെ ആദ്യ പരിപാടിയിൽ ഉൾപ്പെടുത്തി പ്രമുഖ നേതാവും CPM-ന്റെ പ്രമുഖ നേതാവും മുതിർന്ന നേതാവുമായ VS അച്യുതാനന്ദനെ സന്ദർശിച്ചു. കന്റോൺമെന്റ് ഹൗസിലെത്തി രാവിലെ 9:00 അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും പ്രവർത്തന പരിചയവും സംബന്ധിച്ച് ആരായുകയായിരുന്നു ലക്ഷ്യം എന്ന് പിണറായി വിജയൻ പിന്നീട് ചൂണ്ടിക്കാട്ടി. ഈ മാസം 25-ാം തീയതി LDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സെൻട്രൽ സ്റ്റേഡിയത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഏതാണ്ട് 10 മിനിറ്റ് നേരമാണ് കൂടിക്കാഴ്ച നടന്നത്. അതിനുശേഷം അദ്ദേഹം CPI-യുടെ ആസ്ഥാനമായ MN സ്മാരകത്തിലേക്ക് പോവുകയുണ്ടായി. തുടർന്ന് അവിടെ നേതാക്കളെ സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹം മുൻ മുഖ്യമന്ത്രി, സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വസതിയിലെത്തി അദ്ദേഹവുമായും കൂടിക്കാഴ്ച നടത്തി. സമന്വയത്തിൻ്റെ പാത അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുക എന്ന ശക്തമായ നിലപാട് തന്നെയാണ് അദ്ദേഹം തുടക്കത്തിലെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതിനുശേഷം VS അച്യുതാനന്ദൻ വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇതാണ്: ജനകീയ വിഷയങ്ങൾ ഉയർത്തി ജനങ്ങൾക്കൊപ്പം താൻ എന്നും ഉണ്ടാകും എന്നും പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. LDF അധികാരത്തിലെത്തിയാൽ വാഗ്ദാനം നൽകിയ കാര്യങ്ങളൊക്കെയും പാലിക്കപ്പെടും. മുൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതികൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് LDF സർക്കാരിൻ്റെ കൊണ്ടുവരാൻ LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ LDF മുന്നോട്ട് വച്ച അല്ലെങ്കിൽ LDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അത് കൃത്യമായി LDF പാലിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏറ്റവും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെയും പൂർത്തീകരിക്കാൻ LDF സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അജിംഷാദ്, അതിനുശേഷം VS അച്യുതാനന്ദൻ വാർത്താ സമ്മേളനം നടത്തുകയും ആ ഇടത് കൂട്ടായ്മയുടെ ശക്തി കൂടുതൽ ശക്തമായി തന്നെ തുടർന്നും മുമ്പോട്ട് പോകുമെന്നും ഒപ്പം ജനദ്രോഹ നയങ്ങൾ തുടർന്നു വന്ന UDF സർക്കാരിനുള്ള മറുപടി നല്ല അർത്ഥത്തിൽ നൽകുക കൂടി LDF ചെയ്യും എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും തിരുവനന്തപുരത്ത് കാണും. പല കോണുകളും പ്രചരിപ്പിച്ചിരുന്ന വാർത്തകൾക്ക് നേരെ മുഖമടച്ചുകൊണ്ടുകൂടിയാണ് VS അച്യുതാനന്ദൻ വാർത്താ സമ്മേളനം നടത്തിയതും. അത്തരം വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അദ്ദേഹം LDF-നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ ജനങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചു, നന്ദി അറിയിച്ചു. അതിനുശേഷം എല്ലാ ജനകീയ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് താൻ ഉണ്ടാകും, അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിലും ജനകീയ വിഷയങ്ങളും ഇടതുപക്ഷ നിലപാടും ഉയർത്തിപ്പിടിച്ച് താൻ കേരളത്തിലെ ജനങ്ങളുടെ കാവലാളായി നിലകൊള്ളുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം LDF അധികാരത്തിലെത്തിയാൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ LDF അധികാരത്തിലെത്തുമ്പോൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളൊക്കെയും നടപ്പാക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ യുവാക്കളെ പറഞ്ഞു പറ്റിക്കുകയും കടലാസ് വികസനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കൈകഴുകുകയുമായിരുന്നു UDF സർക്കാർ. പരമ്പരാഗത തൊഴിൽ മേഖല പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. വയലുകളും കായലുകളും കാടുകളുമെല്ലാം കയ്യേറ്റം ചെയ്യപ്പെട്ട കാലമായിരുന്നു കഴിഞ്ഞ 5 വർഷം. അതിനെല്ലാം ഇനി അറുതിയാകും. അതോടൊപ്പം തന്നെ
ജനങ്ങളുടെ അഭിലാഷത്തിനൊത്ത് LDF സർക്കാർ ഉയരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അജിംഷാദ്. അതുപോലെ തന്നെ ഒരു നിഷ്പക്ഷ നിരീക്ഷണത്തിൽ വ്യക്തമാകുന്ന കാര്യം, ഒരുപക്ഷെ അധികാരം നഷ്ടപ്പെട്ടവർക്ക് പോലും പ്രതിപക്ഷ നേതാവും നേതൃത്വവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നടക്കുമ്പോഴാണ് ദിനകർ വളരെ ശക്തമായ ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയിട്ടും വളരെ കൂട്ടായി വളരെ എണ്ണയിട്ട യന്ത്രം പോലെ മുമ്പോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ എന്നാണ് സത്യപ്രതിജ്ഞ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ചാൽ. അജിംഷാദ്, ഈ മാസം 25-ന്, അതായത് ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അത് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. സെൻട്രൽ സ്റ്റേഡിയത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. സാധാരണ UDF സർക്കാരിൻ്റെ കാലത്ത് രാജ്ഭവനിൽ ആയിരുന്നു എങ്കിൽ ഇത്തവണ അത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തും സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയിരുന്നത്. അത് സ്വാഭാവികമായും കൂടുതൽ ആളുകൾക്ക്, ജനങ്ങൾക്ക് അത് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിൽ ഒരു സമീപനം LDF സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രിമാരെ സംബന്ധിച്ച്, CPM-ൻ്റെ മന്ത്രിമാരെ സംബന്ധിച്ച് നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനം കൈക്കൊള്ളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിങ്കളാഴ്ച LDF യോഗവും ചേരുന്നുണ്ട്. ഈ LDF യോഗത്തിൽ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ LDF-ൻ്റെ ഘടകകക്ഷികൾക്ക് നൽകേണ്ട മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചൊക്കെയും തീരുമാനമാകും. ഇന്ന് CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. എന്നാൽ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള തീരുമാനം ചർച്ചയായി എങ്കിലും തിങ്കളാഴ്ച ചേർന്ന സംസ്ഥാന കൗൺസിലിലേക്ക് അത് മാറ്റിവെച്ചിട്ടുണ്ട്. സംസ്ഥാന കൗൺസിലായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. NCP-യുടെ യോഗവും നേതൃയോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. NCPക്ക് 2 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ ആര് മന്ത്രിയാകുമെന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന യോഗത്തിൽ തീരുമാനം കൈക്കൊള്ളും. അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളുടെ മന്ത്രിമാരെ സംബന്ധിച്ചും തീരുമാനം ഇന്നും നാളെയുമായി വരുന്ന 3 ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനം കൈക്കൊള്ളും. ബുധനാഴ്ച LDF മന്ത്രിസഭ അധികാരത്തിലേക്ക് എത്തും. ശരി, ഇന്ന് ഇതുവരെ നടന്നതിൻ്റെ സമഗ്ര ചിത്രമാണ് KG ദിനകർ നൽകിയത്. വാർത്തകളിലേക്ക്. പ്രതിപക്ഷ നേതാവിനെ ഹൈക്കമാൻഡ് യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് VM സുധീരൻ. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നും സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടി ഹൈക്കമാൻഡുമായി സംസാരിച്ച് അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഞാൻ ഇന്നലെ AICC ജനറൽ സെക്രട്ടറി ശ്രീ മുകുൾ വാസ്നിക്കുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം വരും. ആ നിർദ്ദേശം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളുമായി കോൺഗ്രസിൽ തർക്കം മുറുകുന്നു. നേതൃമാറ്റം ആവശ്യപ്പെട്ട് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഗ്രൂപ്പ് നിലപാട് കടുപ്പിക്കുന്നതായും തർക്കം രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട്. MR സജേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സജേഷ്, വളരെ ഗൗരവമായ ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം പീപ്പിൾ TV-യിലൂടെ തന്നെ പുറത്തെത്തി. പത്മജ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ തുറന്നു പറഞ്ഞത്. ഇന്ന് ഏതൊക്കെ നേതാക്കന്മാരാണ് നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ആവശ്യവുമായി രംഗത്തെത്തിയത്? കൂടുതൽ സങ്കീർണമാണോ കോൺഗ്രസിന്റെ ഉള്ളറകൾ? അജിംഷാദ് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ടെന്ന് പരസ്യമായി പറയുമ്പോഴും ഉമ്മൻചാണ്ടിയെ നേതാവാക്കാനുള്ള ചരടുവലികൾ ഗ്രൂപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രമുഖ ഘടകകക്ഷികളായ മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും പിന്തുണയോടുകൂടി ഉമ്മൻചാണ്ടിയെ തന്നെ നേതാവാക്കുക എന്നാണ് ഗ്രൂപ്പിന്റെ നീക്കം. ഗ്രൂപ്പ് നേതാക്കളായ ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി, MM ഹസൻ തുടങ്ങിയവർ ഉമ്മൻചാണ്ടിയുടെ വസതിയിൽ അല്പം മുമ്പ് യോഗം ചേരുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഗ്രൂപ്പ് തയ്യാറാകില്ല. 12 MLA-മാരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാട് ഗ്രൂപ്പ് സ്വീകരിക്കുന്നു. ഘടകകക്ഷികൾ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ടെന്ന നിലപാടും ഗ്രൂപ്പിനുണ്ട്. അതേസമയം 2 ഗ്രൂപ്പുകളും സുധീറിനെതിരെയുള്ള കടന്നാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ചേരുന്ന KPCC യോഗത്തിൽ നേതൃമാറ്റം തന്നെ ഒരുപക്ഷെ ആവശ്യമായി ഉന്നയിച്ചേക്കാം. ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഇക്കാര്യത്തിൽ പരസ്യ നിലപാട് സ്വീകരിച്ചു. പരാജയത്തിന്റെ സാഹചര്യത്തിൽ പാർട്ടി തലപ്പത്ത് മാറ്റം വേണമെന്ന ആവശ്യമാണ് വാഴക്കൻ പറഞ്ഞത്. സമാനമായ നിലപാട് ഗ്രൂപ്പിനുണ്ട്. അത് തിങ്കളാഴ്ച ചേരുന്ന KPCC യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടേക്കും. അജിംഷാദ്. അതുപോലെ തന്നെ സജേഷ്, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ രീതിയിൽ നീങ്ങുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സുധീരന്റെ നേതൃസ്ഥാനത്തിലേക്ക് പോലും കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഇന്നുണ്ടായത്. അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡിന്റെ നിലപാടുകൾ ഒരുപക്ഷെ നമുക്കറിയാം, മുമ്പ് നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് ഭരണത്തിലിരിക്കവേ തന്നെ ചില നീക്കങ്ങൾ നടന്നതാണ്. അതൊക്കെയും താക്കോൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട് അലിഞ്ഞു പോവുകയാണ് ചെയ്തത്. അത്തരം ഒരു സംഭവം ഈ ഘട്ടത്തിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് എന്തായിരിക്കും? നിരീക്ഷകർ ഇതേ സംബന്ധിച്ച് പറയുന്നതും നൽകുന്നതുമായ സൂചനകൾ എന്തൊക്കെയാണ് സജേഷ്? അജിംഷാദ്, ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് നിലപാട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമാവാനാണ് സാധ്യത. രമേശ് ചെന്നിത്തലയ്ക്ക് 12 MLA-മാരുടെ പിന്തുണ നിയമസഭാ കക്ഷിയിലുണ്ട്. ഗ്രൂപ്പിന് പരമാവധി 8 പേരുടെ പിന്തുണ മാത്രമാണുള്ളത്. ഗ്രൂപ്പ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചാൽ സ്വാഭാവികമായും പാർലമെന്ററി പാർട്ടിയിലാണ്
കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത്. പാർലമെന്ററി പാർട്ടിയിൽ രമേശിന് 4 MLA-മാരുടെ അധിക പിന്തുണ ഇപ്പോഴുണ്ട്. അതോടൊപ്പം തന്നെ എ ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്ന VT ബൽറാം അടക്കമുള്ളവരുടെ കാര്യത്തിൽ എ ഗ്രൂപ്പിന് തന്നെ ഉറപ്പുമില്ല. സുധീറിന്റെ നിലപാടുകളോടാണ് VT ബൽറാമും PT തോമസും ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യം. അവരെ കൂടെ നിർത്താനാകുമോ എന്ന കാര്യത്തിൽ എ ഗ്രൂപ്പിന് തന്നെ സംശയമുണ്ട്. ഘടകകക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയെ നിർത്താൻ മാത്രമാണ് അവരുടെ നീക്കം. എന്നാൽ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നതിൽ ഘടകകക്ഷികൾക്കും പരിമിതിയുണ്ട്. സ്വാഭാവികമായും ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കാനാണ് സാധ്യത. അജിം ഷാദ്. തീർച്ചയായും വ്യക്തമാണ്. സജേഷാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് മുസ്ലിം ലീഗ് ആക്രമണത്തിൽ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് കൽപ്പകഞ്ചേരി, വളവന്നൂർ പഞ്ചായത്തുകളിൽ CPIM ഹർത്താൽ. കടുങ്ങാത്തുകുണ്ട് സ്വദേശി ഹംസക്കുട്ടിയാണ് ഇന്നലെ മരിച്ചത്. തിരൂർ കടുങ്ങാത്തുകുണ്ട് സ്വദേശി ഹംസക്കുട്ടിയാണ് ലീഗ് ആക്രമണത്തിൽ മരിച്ചത്. തിരൂരിലെ വിജയാഘോഷത്തിനിടെ ലീഗ് പ്രവർത്തകർ ഹംസക്കുട്ടിയുടെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സംഭവം പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. ലീഗ് പ്രവർത്തകർ സംഘടിച്ചെത്തി വീട്ടിൽ ആക്രമണം അഴിച്ചുവിട്ടു. വീടിന് തീവെച്ചു. ഇത് ചോദ്യം ചെയ്ത ഹംസക്കുട്ടിയെ ലീഗുകാർ കയ്യേറ്റം ചെയ്തു. കുഴഞ്ഞു വീണ ഹംസക്കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIM പ്രവർത്തകർ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. വളവന്നൂർ, കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാളെ നടക്കുന്ന ഹർത്താൽ വിജയിപ്പിക്കാനും എല്ലാ ജനാധിപത്യ വിശ്വാസികളും അത്തരം പ്രതിഷേധ പ്രകടനങ്ങളിലും പ്രതിഷേധ യോഗങ്ങളിലും പങ്കെടുക്കാനും മുന്നോട്ട് വരേണ്ടതുണ്ട്. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ കനത്ത പോലീസ് കാവൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വാർത്തകളിലേക്ക്. പിണറായി വിജയനോളം കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട മറ്റൊരു നേതാവ് ഉണ്ടാകില്ല. അസത്യകഥകളുടെ മലവെള്ളപ്പാച്ചിലിൽ അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും കുടുംബവും വേട്ടയാടപ്പെട്ടു. എന്നാൽ ആ വേട്ടയാടലിൽ കുടുംബത്തിന്റെ ഉറച്ച പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിണറായി വിജയൻ പുതിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ പ്രതിസന്ധികൾ ഭക്ഷിച്ചു ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു നേതാവിന്റെ ഭാര്യയുടെ പേരാണ് കമല. ഏതു പുരുഷന്റെയും ജീവിത വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്നത് കേട്ടുപതിഞ്ഞൊരു ദാമ്പത്യ സൂത്രവാക്യമാണ്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ലെന്ന മട്ടിൽ നിയുക്ത മുഖ്യമന്ത്രിയുടെ ഭാര്യ ഒരു ചിരി ചിരിച്ചേക്കാം. കാറും കോളും കപ്പൽ ഛേദവുമെല്ലാം ഒറ്റയ്ക്ക് അതിജീവിച്ചെത്തിയ പടത്തലവന്റെ ഭാര്യ അങ്ങനെയല്ലാതെ പിന്നെ എന്തു പറയാൻ. 37 വർഷങ്ങൾ പിന്നിടുന്നു കമല എന്ന പഴയ സ്കൂൾ ടീച്ചർ പിണറായി വിജയന്റെ കരം പിടിച്ചിട്ട്. അന്നു തൊട്ടിന്നോളം പ്രവിക് എന്ന വിചിത്രമായ പേരുള്ള വീടിന്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ കമല തന്നെയാണ് ഇരിക്കുന്നത്. കർക്കശക്കാരനും കഠിനഹൃദയനുമെന്ന് പത്രങ്ങൾ ഒരു കാലത്ത് അച്ചുനിരത്തിയ പിണറായി സമയം കിട്ടിയാൽ സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെയും ഉലകനായകൻ കമലഹാസന്റെയും തമിഴ് പടങ്ങൾ കാണാറുണ്ടെന്നത് അധികമാർക്കും അറിയാത്ത രഹസ്യം. പിണറായിയുടെ ചോരയ്ക്ക് വേണ്ടി ചാനലിലെ ചർച്ചക്കാർ മുറവിളി കൂട്ടുന്ന വാർത്താനിമിഷങ്ങൾക്കിടയിലും ബാഡ്മിന്റൺ കളി TV-യിൽ കണ്ടാൽ പിണറായിയുടെ കയ്യിലെ റിമോട്ട് ചലനരഹിതമാകുമെന്ന് കമലയ്ക്ക് നന്നായി അറിയാം. ഭർത്താവ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നതിൽ സന്തോഷമില്ലേ എന്ന് ചോദിച്ചാൽ കമല ഇങ്ങനെ പറയും. സന്തോഷം ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാൽ ഞാൻ ഓവറായിട്ട് എനിക്കൊരു സന്തോഷം തോന്നുന്നില്ല. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് നിർവഹിക്കാൻ സാധിക്കണം. അതൊരു വലിയ ടാസ്ക്കാണ്. അതെങ്ങനെ വരും എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക ഉണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയോട് കേരളത്തിലെ വീട്ടമ്മമാർക്ക് വേണ്ടി കമലയ്ക്കും ഒരു സങ്കട ഹർജി ബോധിപ്പിക്കാനുണ്ട്. അടിയന്തരമായിട്ട് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും സുരക്ഷ അത് അത്യാവശ്യം, അത് ഉറപ്പുവരുത്തണം. നിറയെ പ്രതീക്ഷകളുടെ ആലഭാര ചുവടുമായി അധികാരപീഠമേറുന്ന ഭർത്താവിനെ തുടർന്നങ്ങോട്ടും ഉറച്ച പിന്തുണ കൊടുക്കാൻ തന്നെയാണ് കമലയുടെ തീരുമാനം. ക്യാമറമാൻ ദേവദത്തൻ പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും S. ജീവൻകുമാർ. പിണറായി മുഖ്യമന്ത്രിയാവുന്നതിൻ്റെ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് പിണറായി എന്ന ഗ്രാമത്തിലെ സാധാരണക്കാരായ തൊഴിലാളികൾ. തങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ ആഘോഷിക്കാൻ തയ്യാറെടുത്തുന്ന ഇവർക്ക് ആഹ്ലാദം പ്രകടമാക്കാനാകാത്ത അവസ്ഥയാണ് രവീന്ദ്രൻ്റെ കൊലപാതകം സൃഷ്ടിച്ചത്. എങ്കിലും പിണറായി വിജയനെക്കുറിച്ച് നാട് ഭരിക്കുന്നതിനെക്കുറിച്ചും വാചാലനാടുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യപ്രവർത്തനം ആരംഭിച്ച പിണറായി പാറപ്പുറത്തു നിന്നും പിണറായി വിജയൻ എന്ന നേതാവ് മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് പിണറായി എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിലെ തികച്ചും സാധാരണക്കാരായ നാട്ടുകാരും. പിണറായി വിജയൻ എന്ന നാട്ടുകാരുടെ പിണറായി മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ പിണറായിയിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നം കൂടിയാണ് പൂവണിയുന്നത്. നമ്മുടെ നാട്ടുകാരൻ മുഖ്യമന്ത്രിയായാൽ അതിയായ സന്തോഷമുണ്ട്. അതിന് പുറമെ തന്നെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ള ഉറപ്പുമുണ്ട്. മുന്നേ വിദ്യുച്ഛക്തി മന്ത്രിയായപ്പോൾ തന്നെ ഇവിടെ ഒരു സബ്സ്റ്റേഷൻ ഉണ്ടാക്കി തന്നത് അദ്ദേഹത്തിൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ്. ഈ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ വേണ്ടി ഈ മുഖ്യമന്ത്രി കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. 36,000-ൽ പരം ഭൂരിപക്ഷത്തിന്
തങ്ങളുടെ ജനനായകൻ വിജയിച്ചതിന്റെ ലഹരിയിലായിരുന്നു ഇന്നലെ മുതൽ പിണറായി എന്ന ചുവന്ന ഗ്രാമം. ആ വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് വിജയം മതിമറന്നാഘോഷിച്ച CV രവീന്ദ്രൻ എന്ന നാട്ടിൻപുറത്തുകാരനെ RSS ബോംബെറിഞ്ഞ് ലോറി കയറ്റി കൊന്നത്. പിണറായി മുഖ്യമന്ത്രിയാകുമെന്നറിഞ്ഞപ്പോൾ അത്യധികം ആവേശത്തിലാണെങ്കിലും നാട്ടുകാർക്ക് തങ്ങളോടൊപ്പം ഇന്നലെ വരെ പിണറായിയുടെ വിജയം ആഘോഷിച്ചവന്റെ മരണം സൃഷ്ടിച്ച ആഘാതം സങ്കടവും സന്തോഷവും ഒരുപോലെ പങ്കിടുന്നവരാക്കി മാറ്റുകയാണ്. പിണറായി മുഖ്യമന്ത്രിയായ വളരെ സന്തോഷമുണ്ട്. അത് കുറേ കാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനിടയ്ക്ക് ഈ ഒരു അനിഷ്ട സംഭവം ഉള്ളതിൽ അതൊരു ദുഃഖവും നമുക്കുണ്ട്. പിണറായി മുഖ്യമന്ത്രിയായതിൽ അതീവ സന്തോഷമുണ്ട്. എത്രയോ വർഷങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ജനങ്ങൾ മറ്റുള്ള വികാരങ്ങളൊന്നും ഇല്ലാതെ നല്ല നിലയിൽ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു. കേരളം പിണറായിയുടെ കരങ്ങളിൽ ഭദ്രമാണെന്ന് ഇവർ നാട്ടിൻപുറത്തുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. പിണറായിയുടെ ഭരണപാഠവും ഇതിനു മുമ്പ് തന്നെ തെളിയിച്ചതാണ്. അതുകൊണ്ട് മികച്ച ഒരു ഭരണം കേരളത്തിന് നടത്തും. പിണറായിയുടെ കൈകളിലെ കേരളത്തെക്കുറിച്ചും പിണറായിയുടെ ജീവിത വഴികളെക്കുറിച്ചും ഇവർക്ക് ഇനിയും പറയാനുണ്ട് ഏറെ കാര്യങ്ങൾ. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.